അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റനോട് തന്നെ നോക്കാം. ഫസ്റ്റ് നോക്കാം, കമ്പയർ ഓൾ ഇന്ത്യ സർവീസ് ആൻഡ് സെൻട്രൽ സർവീസ്, ദ ടു കാറ്റഗറീസ് ഓഫ് ഇന്ത്യൻ സർവീസ്, ഓർ എക്സ്പ്ലെയിൻ ടു കാറ്റഗറീസ് ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസിലെ ഏതെങ്കിലും രണ്ട് വിഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും രണ്ട് വിഭാഗത്തെ കമ്പയർ ചെയ്ത് എഴുതാനായിട്ടാണ് പറഞ്ഞത്. ഇത് സ്പെസിഫിക്കലി ചോദിക്കാം അഖിലേന്ത്യാ സർവീസിലെ കേന്ദ്ര സർവീസ്, അതിനെക്കുറിച്ച് എഴുതാനായിട്ടും ചോദിക്കാം. അപ്പം 3 സർവീസാണ്, 3 നമുക്ക് വരുന്നത്. മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്യൂറോക്രസീനെ തിരിച്ചിരിക്കുന്നത്. റൈറ്റ്, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, 3 കാറ്റഗറിയും കൃത്യമായിട്ട് പഠിക്കുക. ഏതെങ്കിലും 2 കമ്പാരിസൺ വരാം, അല്ലെങ്കിൽ എന്ത് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും 2 തന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടും എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് 3? ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് സർവീസ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ് ആൻഡ് സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസിൽ ഏതൊക്കെയാണ് വരുന്നത്, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ദേശീയ തലത്തിൽ ഇന്ത്യയിൽ എവിടെ വേണേലും അപ്പോയിന്റ്മെന്റ് കിട്ടാം. ആൻഡ് ഇതിന് ഉദാഹരണമാണ് എന്ത്, IAS, IPS തുടങ്ങിയ പോസ്റ്റുകൾ. അപ്പൊ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ എന്ത് ചെയ്യാം, ഈ പോസ്റ്റുകളിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. സെൻട്രൽ സർവീസ് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവിടെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. ഇന്ത്യൻ റെയിൽവേ സർവീസ്, അതുപോലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. റൈറ്റ്, ആൻഡ് ദെൻ മൂന്നാമത്തെ സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയാം. അവിടെ PSC പോലുള്ള എക്സാംസ് അല്ലെ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്, എക്സാംസ് നടത്തിയിട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. ഓക്കെ, ഇപ്പൊ വില്ലേജ് ഓഫീസേഴ്സ്, സെയിൽസ് ടാക്സ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് അതാത് സംസ്ഥാനത്ത്. ഇപ്പൊ കേരളത്തിലെ PSC എക്സാം നടത്തി തമിഴ്നാട്ടിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കും, ഇല്ല കേരളത്തിൽ തന്നെയാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതാത് സംസ്ഥാനങ്ങളിലുള്ള അപ്പോയിന്റ്മെന്റിന് വേണ്ടി നടത്തുന്ന എക്സാംസ് നടത്തി അവിടെ അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നതാണ് സംസ്ഥാന സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് സർവീസ്. ഇതിന് എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കണം. കാരണം എക്സാമ്പിൾസ് എന്നിട്ട് ഇത് ഏത് ഓൾ ഇന്ത്യ സർവീസ് ആണോ, സെൻട്രൽ സർവീസ് ആണോ, സ്റ്റേറ്റ് സർവീസ് ആണോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. ഓക്കെ, വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ ഇന്ത്യ? ഭരണ നവീകരണത്തിനായി ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള വിവിധ നടപടികൾ ഏതൊക്കെയെന്നുള്ളത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നടപടികൾ? ഒന്നാമത്തെ ഇ ഗവേണൻസ്. അവിടെ എന്താ ചെയ്തത്, അതായത് ഗവൺമെന്റ് ഭരണം സുഗമമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തു. നമ്മൾ കമ്പ്യൂട്ടർ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇപ്പൊ അക്ഷയ സെന്റേഴ്സ് വന്നു. അപ്പൊ എന്ത് ചെയ്തു, സർവീസുകൾ ഈസി ആയിട്ട് മാറി. ഇപ്പൊ നമ്മൾ എക്സാംസ് അഡ്മിഷൻ നടക്കുന്നു, +1 അഡ്മിഷൻ നടക്കുന്നു, എന്ത് ചെയ്യും, ഒരു അക്ഷയ സെല്ലും കമ്പ്യൂട്ടർ സെല്ലും എടുത്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യും, അല്ലാണ്ട് ഓരോ സ്കൂളിൽ പോയി ആപ്ലിക്കേഷൻ വെക്കേണ്ട. സോ ഈ ഗവേണൻസ് വന്നപ്പോൾ എന്ത് ചെയ്തു, ഗവേണൻസ് എന്ത് ചെയ്തു, കുറച്ചുകൂടെ സുഗമമായിട്ട് മാറി. റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ കമ്മീഷൻ അല്ലെ, ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളത് അവരുടെ റൈറ്റ് ആയിട്ട് മാറി. അവർക്ക് ഏതിനെ കുറിച്ച് വേണമെങ്കിലും അല്ലെ, നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ, മറ്റൊരു വ്യക്തിക്ക് ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ എന്ത് ഇൻഫർമേഷനും എന്ത് ചെയ്യാം, ചോദിക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ. ദെൻ റൈറ്റ് ടു സർവീസ്, സേവന അവകാശം, സേവനം കിട്ടാനായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ. ദെൻ ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ത് ചെയ്യുന്നുണ്ട്, അതായത് അഴിമതി പോലുള്ള എന്തെങ്കിലും കേസുകൾ വന്നാൽ അതിനെക്കുറിച്ച് അതായത് കോടതിയിൽ പോയി സമയം എടുത്ത് അത് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ ലോക്പാൽ ആൻഡ് ലോകായുക്ത വന്നു. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ വന്നു. ഓരോ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലും സെൻട്രൽ വിജിലൻസ് ഓഫീസർ വന്നു. വിജിലൻസ് കേസുകൾ അവിടെ അന്വേഷിച്ച് കണ്ടെത്തും. ആൻഡ് ദെൻ ഓംബുഡ്സ്മാൻ വന്നു. ഓംബുഡ്സ്മാൻ എന്താണ് ചെയ്യുന്നത്, ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ജനപ്രതിനിധികൾ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അഴിമതി കാണിച്ചാൽ ജനങ്ങൾക്ക് നേരിട്ട് ഓംബുഡ്സ്മാൻ എടുത്ത് പരാതി നൽകാം. അതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വിധി തീർപ്പിലാക്കി തരികയാണ് ഓംബുഡ്സ്മാൻ ചെയ്യുന്നത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്, ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷനിങ് ഓഫ് ലോക്പാൽ ആൻഡ് ലോകായുക്ത. ലോക്പാലും ലോകായുക്തയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ലോക്പാൽ രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിതമായിട്ടുള്ള, അഴിമതിയിലെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, അഴിമതി രഹിതമായ ഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് രണ്ടും. സോ പ്രിവെന്റ് കറപ്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, ബ്യൂറോക്രസി ആൻഡ് പൊളിറ്റിക്കൽ. ഓക്കെ, പൊളിറ്റിക്കൽ ലെവലും ബ്യൂറോക്രസിയിലും അഴിമതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ആൻഡ് ദെൻ ലോക്പാൽ ഹാസ് ദ പവർ ടു രജിസ്റ്റർ കേസ് ഓൺ ഇഷ്യൂസ് ഓഫ് കറപ്ഷൻ എഗൈൻസ്റ്റ് എംപ്ലോയീസ് ആൻഡ് പബ്ലിക് വർക്കേഴ്സ് ആൻഡ് ക്യാൻ സജസ്റ്റ് നെസസറി ആക്ഷൻസ്. അപ്പൊ ഇതിന്റെ ഇത്രയുള്ള വ്യത്യാസം മെയിൻ ആയിട്ട് പറയണമെങ്കിൽ നാഷണൽ ലെവലിൽ സ്ഥാപിതമായിട്ടുള്ളതാണ് ലോക്പാൽ. ലോകായുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിൽ സ്ഥാപിതമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യമാണ്. ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ സ്ഥാപിതമായിട്ടുള്ളതാണ്. ലോകായുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാന തലത്തിലുള്ളതാണ് ലോകായുക്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഇതിലെ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഗവേണൻസ് ഉണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ കമ്മീഷൻ, സേവനം അവകാശമാണ്, ലോക്പാൽ, ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഭരണ സംവിധാനം സുഗമമാക്കാൻ വേണ്ടി ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഈ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാവുള്ളൂ. ഡെഫിനറ്റ്ലി ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അടിപൊളിയായിട്ട് എഴുതാം. ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ
ജോയിൻ ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.